ട്രോളിംഗ് നിരോധനം വന്നതോടെ വലിയ വിലയാണ് മീനുകൾക്ക്. മത്സ്യത്തൊഴിലാളികൾക്കാകട്ടെ ഇത് വറുതിയുടെ കാലമാണ്. 52 ദിവസത്തെ കാറും കൂളും ഒഴിഞ്ഞുള്ള ചാകരക്കാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. കൊല്ലം നീണ്ടകര ഹാർബറിൽ നിന്ന് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇത് വറുതിയുടെ കാലമാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ എങ്ങനെ പ്രതികരിക്കുന്നു അവർ ട്രോളിംഗ് കാലയളവിലെ ആ ഒരു സാഹചര്യം? ലക്ഷ്മി, ഞാൻ നിൽക്കുന്നത് നീണ്ടകരയാണ്. നീണ്ടകരയിൽ നമുക്കറിയാം, നീണ്ടകരയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കുണ്ടാകേണ്ടതാണ്. എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള തിരക്കുകളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം കൂടിയാണ് കാണുന്നത്. ആ വറുതിക്കാലത്തിൻ്റെ എല്ലാം വേദനകളും നീണ്ടകരയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഈ യന്ത്രവൽകൃത യാനങ്ങളല്ലാത്ത ബോട്ടുകളിൽ പോകുന്ന ആ ബോട്ടിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവരുന്ന മീനുകളാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഇവർ കടലിലേക്ക് പോകുന്നത്. കടലിൽ പോയിട്ട് ഇന്ന് വെളുപ്പിന് തിരിച്ചെത്തുകയും ചെയ്യും. അങ്ങനെയുള്ള മത്സ്യപ്രവർത്തകർ കൊണ്ടുവരുന്ന മീനുകളാണ് ലേലം വിളിച്ചിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീനുകൾ കിട്ടാക്കനിയാകുന്ന സാഹചര്യമുണ്ട്. നമ്മളിവിടുന്ന് പലരോടും ചോദിച്ചപ്പോഴൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മീൻ കടലിലേക്ക് പോയെങ്കിൽ പോലും മത്സ്യം കിട്ടാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനത്തെ അതിൻ്റെ ഒരു വിഷമവും കൂടിയൊക്കെ അവർ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തു. ഇത്തരമൊരു സാഹചര്യമാണ് നിലവിൽ നീണ്ടകരയിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മീനുകൾക്കെല്ലാം വലിയ വിലയുണ്ടാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ടുകൾ കൂടിയാണ് ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെ നമ്മൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു അമ്മ നമ്മളോടൊപ്പം ഉണ്ട്. അമ്മ, മീനുകൾക്കൊക്കെ എങ്ങനെയാ വില എങ്ങനെയാണ്? വില ഭയങ്കര വിലയാണ്. ഭയങ്കര വിലയെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നീണ്ടകര ഹാർബറിന് നല്ല പ്രസിദ്ധീകരിച്ച ഹാർബറായിരുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഹാർബറുണ്ട്. അത് കാരണം കച്ചവടക്കാരെല്ലാം അങ്ങോട്ടും പോകുന്നുണ്ട്. ഇവിടെ ഈ ഹാർബറിന് പഴയതുപോലെ വില കൽപ്പിക്കുന്നില്ല. അതായി അവരവിടുന്ന് കന്യാകുമാരി, തൂത്തുക്കുടി അവിടെ എല്ലാം തുറന്നു. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മീനായി കൊണ്ടിട്ട് വിൽക്കുന്നത്, അല്ലാതെ പുറത്ത് കടലിൽ നിന്ന് വരുന്ന ഒന്നുമില്ല. ട്രോളിംഗ് നിരോധനമാണ് ഈ വില കൂടുതൽ കാരണം? അല്ലാതെയും വിലയാ. തൂക്ക് വന്നിടം തൊട്ട് ഞങ്ങൾ ആകെ പട്ടിണി. മേഴ്സിക്കുട്ടിയമ്മ തൂക്കുണ്ടാക്കി വെച്ച് ആൾക്കാർക്ക് ഒരു 10-15 വണ്ടി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം അവർ അങ്ങനെ ഇരിക്കേണ്ടി വന്നത് ഇത് കാരണം. ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിലുള്ളൊരു പ്രതികരണങ്ങളും കൂടി വരുന്നുണ്ട്. അതായത് മറ്റ് ഹാർബറുകളിൽ നിന്നടക്കം, തൂത്തുക്കുടിയിൽ നിന്നടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നടക്കം മീനുകൾ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും എടുത്തു പറയേണ്ടത് ഈ വില തന്നെയാണ്. സാധാരണക്കാർക്ക് താങ്ങുവാൻ കഴിയാത്ത രീതിയിലേക്ക് ഇതിൻ്റെ വില ഉയരുന്നൊരു സാഹചര്യമുണ്ട്. മത്തിക്കടക്കം 400 രൂപയ്ക്ക് കടക്കുന്നൊരു സാഹചര്യം നമ്മൾ നേരത്തെ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റ് മീനുകൾക്കും വില കൂടുന്നുണ്ട്. എന്നാൽ ലഭിക്കുന്ന മീനുകളുടെ എണ്ണത്തിലും വലിയ കുറവ് ഉണ്ടാകുന്നുണ്ട്. മീൻപിടുത്ത കടലിൽ പോകുന്നതിൽ പോലും പോയിട്ട് തിരിച്ച് എത്തുമ്പോൾ, അതായത് മിക്ക ദിവസങ്ങളിലും പോയി വരുമ്പോൾ മീൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെന്നുമാണ് ഇവിടെ നിന്ന് ഈ ആളുകൾ പറയുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ചേട്ടാ ചേട്ടാ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്? ചേട്ടാ, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ചേട്ടാ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് ചേട്ടാ. കാരണം കടലും ക്ഷാമം കാരണം ബോട്ടും വെള്ളമൊന്നും പോകുന്നില്ല. അതുകൊണ്ട് പണി തീരെ മോശമാണ്. അതിൻ്റെയാണ് ഈ ലേലക്കാനാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇവിടുത്തെ അവസ്ഥ പണി മോശമാണ്. കാറ്റും കോളും മഴയും എല്ലാം ഉണ്ട്. പണി മോശമാണ്. ഞങ്ങൾ ഇവിടുത്തെ ലേലക്കാരാണ്. ഇപ്പോൾ വള്ളക്കാർക്ക് കുറഞ്ഞ പണിയേ ഉള്ളൂ. ഈ പോയി വരുന്നതിൻ്റെ ഈ ട്രോളിങ്ങിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനല്ല, ഓഫ് സീസൺ വരുമ്പോൾ ഈ കാലവർഷത്തിൽ ഇങ്ങനെ ഉള്ളതാണ്. എല്ലാ കൊല്ലവും ഉള്ളതാണ്. കാലവർഷം വരുമ്പോൾ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ 2 ഇങ്ങനെ മീൻ കുറവാണ്. അപ്പം പൊതുവേ എല്ലാ വർഷത്തേക്ക് ഈ പ്രാവശ്യം ഇച്ചിരി കുറവാണ്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് മാറിക്കഴിയുന്നത്? ഈ ഒരു സാഹചര്യം മാറുന്ന തെളിഞ്ഞു കഴിയുമ്പോൾ മീൻ തോനെയാവും. ഈ അന്തരീക്ഷം തെളിഞ്ഞു കഴിയുമ്പം മീൻ തോനെയാവും. ഇപ്പോൾ കടലിൽ കൂടുതൽ ആൾക്കാർക്ക് പോകാൻ പറ്റില്ല. എല്ലാവരുടെയും പ്രതീക്ഷ അങ്ങനെയാണ്. അന്തരീക്ഷം ക്ലിയർ ആകുമ്പോഴത്തേക്ക് ഇനി മീൻ വരുമ്പോഴാണ് ഈ മത്സ്യത്തൊഴിലാളികളായാലും ലേലക്കാരായാലും നിൽക്കുന്നത്. അപ്പോൾ ആ സമയം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വിലയിലും കുറവുണ്ടാവും. ആ സമയത്ത് മീൻ ബൾക്ക് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വില കുറയും. ഇവിടെ എങ്ങനെയാണ് ലേലത്തിൽ പോകുന്നത്? ഇപ്പം പോകുന്നത് കേരളത്തിൽ വരയ്ക്ക് ഒരു 250 തൊട്ട് 300 രൂപ വരെ പോകും. പച്ചപ്പാര അങ്ങനെയുള്ള പല ഐറ്റം കിളിമീൻ അതൊക്കെ 300, 350 രൂപ ആ റേഞ്ചിലാണ് പോകുന്നത്. അത് തോനെ വരുമ്പോൾ ബൾക്ക് വില കുറയും. ബൾക്ക് വരുമ്പോൾ വില കുറയും. അപ്പം ഇവർക്കെല്ലാവർക്കും ചരക്ക് കിട്ടും. അവർക്കുള്ള എല്ലാവർക്കും കൊണ്ടുപോകാനുള്ള അരിപൊടിക്കുള്ള
ഇത് കിട്ടും. ഇപ്പം എന്തോ എടുത്താലും നഷ്ടമാണ്, ആർക്കും ഒന്നും കൊണ്ടുപോയാലും പ്രയോജനമില്ല. കിട്ടുന്ന മീൻ ഏതൊക്കെ ചേച്ചി ഇവിടെ കിട്ടും? ഏതാ ഇവിടെ കിട്ടുന്ന മീൻ ഇപ്പോൾ ഏതൊക്കെയാണ്? ഇപ്പൊ കിട്ടുന്ന മത്തി 320 രൂപയാണ് ഇവിടുത്തെ വില. ഇന്നത്തെ വിലയോ? ഇന്നത്തെ അല്ല, ഇപ്പൊ പൊതുവെ നടക്കുന്ന വില 320. വേറെ ഏതൊക്കെ മീനാണ്? വേറെ മീനെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് ചൂര, പൊള്ളൽ ചൂര എന്ന് പറയും. അത് 200-220 രൂപ ഇവിടുത്തെ ഓരോ കിലോയ്ക്ക് വില. അത് കിലോയാണ്. അതിനാണ് ഇവിടെ നടക്കുന്ന വില. നമുക്ക് കച്ചവടക്കാർക്ക് പൊതുവെ മോശം.